എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷനിലാണ്. നമുക്കറിയാം, ഈ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ബ്ലാക്ക് സ്പോട്ടുകളിൽ ഒന്നാണ് ഈ പോട്ട സിഗ്നൽ ജംഗ്ഷൻ. എന്തിനാണ് ഇവിടുത്തെ സിഗ്നൽ ജംഗ്ഷൻ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് വല്ല ചിന്തയുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. കാരണം 2 ഫ്ലൈ ഓവറുകൾ ഇറങ്ങി വരുന്ന ഭാഗം സ്വാഭാവികമായിട്ട് അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലം. കഴിഞ്ഞ ജൂലൈ 29-ാം തീയതി, അതായത് 2024 ജൂലൈ 29-ാം തീയതിയാണ് ഇവിടുത്തെ പോട്ട പള്ളിയിലെ കൈക്കാരൻ്റെ മകൻ ഇന്നുണ്ടായ അപകടത്തിൻ്റെ അതേപോലെ തന്നെ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് മരണപ്പെടുന്നത്. അതിനുശേഷം ഇന്ന് മറ്റൊരു മരണം കൂടി ഉണ്ടായി. നമ്മുടെ എല്ലാം സുഹൃത്തായിട്ടുള്ള, നമ്മുടെ എല്ലാം ചങ്ങാതിയായിട്ടുള്ള അനീഷ് എന്ന് പറയുന്ന ആത്മീയത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ചങ്ങാതി മരണപ്പെടുകയുണ്ടായി. ഈ 2 മരണങ്ങൾക്കിടയിലുള്ള കാലഘട്ടത്തിൽ ഏകദേശം 20-ന് മേലെ അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എല്ലാ രാത്രികളിലും മിക്കവാറും ഈ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് ഞാൻ കൃത്യമായി പറയുന്നു, 20-നോളം അടുത്ത അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. വാഹനങ്ങളുടെ പിറകിൽ നിരന്തരമായി വന്നിടിക്കുക, അതുപോലെ തന്നെ സിഗ്നൽ തെറ്റിച്ച് വന്നിടിക്കുക. ഇങ്ങനെ ഈ സ്പോട്ട്, ഈ ആശ്രമം സിഗ്നൽ ജംഗ്ഷൻ എന്ന് പറയുന്ന ഈ സ്പോട്ട് കറുത്ത ജീവൻ ഹോമിക്കപ്പെടുന്ന ഒരു ഇടമായിട്ട് മാറിയിട്ട് നാളുകളായി. ഈ ചാലക്കുടി നഗരസഭയിലെ ജനപ്രതിനിധികൾ, ഇവിടുത്തെ MP, ഇവിടുത്തെ MLA ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഇടപെടൽ നടത്തിയിട്ടുണ്ട്? ഇവിടെ അടിപ്പാത വരുമെന്ന് പറഞ്ഞ ആളുകളെ പറ്റിക്കുന്നതല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ കാര്യങ്ങളും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഇത്രയും നാളത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇവിടെ അടച്ചു കെട്ടുക എന്നുള്ള ഒരു കാര്യത്തിന് ഒരു പ്രതീകാത്മകമായ രീതിയിലെങ്കിലും ഒരു ഇടപെടൽ നടത്തിയിട്ടുള്ളത് ഇവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കളുമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവർ ഇത്രയെങ്കിലും ഇന്ന് ചെയ്തു. സാധാരണ ഉണ്ടാകുന്ന സംഭവം ഒരു പ്രതീകാത്മക സമരം നടത്തും. ആരെങ്കിലും മരിക്കുമ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഒരു സമരം, ഒരു ദുഃഖാചരണം. പക്ഷെ ഇന്ന് ഇത് വളരെ കരുതലോടുകൂടി തന്നെ ഈ വിഷയത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇടപെടൽ വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഇടപെടലാണ് ഇവിടെ വന്നിട്ടുള്ളത്. കോട്ടയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഇത് ഈ പറയുന്ന ഈ ഹൈവേയിലേക്കുള്ള എൻട്രി അവസാനിപ്പിക്കണമെന്ന്. പക്ഷെ ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് അതുമായി ബന്ധപ്പെട്ട് എന്താണെന്ന് അറിയില്ല. ഇതിങ്ങനെ നീട്ടി പോയിക്കൊണ്ടിരുന്നു. ആളുകൾ ഹോമിക്കപ്പെടുന്നു. പല്ലടിച്ച് വീഴാനും ആളുകളുടെ ചോര കൊണ്ട് ഹോമിക്കപ്പെടാനുമായിട്ട് ഇടമായിട്ട് ഈ പ്രദേശം മാറ്റിയതാരാണ്? ഇവിടുത്തെ MLA ആണോ? ഇവിടുത്തെ MP ആണോ? ഇവിടുത്തെ ജനപ്രതിനിധികളാണോ? കൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ ഇവിടെ വലിച്ചു കെട്ടി അതുമേ പല്ലടിച്ചിരിക്കുന്ന ജനപ്രതിനിധികളുടെ മുന്നിലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം ഇന്ന് പ്രതീകാത്മകമായി ഇവിടെ അടച്ചു കെട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഇടപെടൽ നടത്തിയ BJPയുടെ നേതൃത്വത്തിനോട് പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുന്നു. ഇനി ഇത് കൃത്യമായിട്ട് തന്നെ ഇവിടെ അടച്ചു കെട്ടി ജനങ്ങളുടെ ജീവൻ ഇനി ഹോമിക്കപ്പെടാതിരിക്കാനുള്ള നടപടിക്രമങ്ങളുമായിട്ട് ജനപ്രതിനിധികൾ മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രമാണ് JPSന് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നേരത്തെ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ഏറ്റവും ഈ ചാലക്കുടി മണ്ഡലത്തിൽ തന്നെ ഏറ്റവും അപകട ഭീഷണിയുള്ള ഒരു പോയിന്റാണ് ഈ ആശ്രമ സിഗ്നൽ. കാലങ്ങളായിട്ട് ഇപ്പോൾ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അന്ന് തുടങ്ങി ജനങ്ങളുടെ ജീവനെടുക്കുന്ന ഒരു കേന്ദ്രമായിട്ട് ഈ സിഗ്നൽ മാറി. പക്ഷേ ഇതിനേക്കാൾ അപകട ഭീഷണി കുറഞ്ഞിട്ടുള്ള പല മേഖലകളും, ഇപ്പോൾ പേരാമ്പ്ര ആയാലും ആമ്പല്ലൂര്, ചിറങ്ങരയൊക്കെ ഫ്ലൈ ഓവർ അല്ലെങ്കിൽ അടിപ്പാതയുടെ ഒക്കെ പണി പൂർത്തീകരിക്കാൻ പോകുന്ന സമയത്ത് പോലും ഈ ഏറ്റവും കൂടുതൽ കാലങ്ങളായിട്ട് അപകടങ്ങൾ, മരണങ്ങൾ നടക്കുന്ന ഈ പോട്ടയോട് മാത്രം ഇവിടുത്തെ ജനപ്രതികൾ, ഇപ്പൊ നമുക്കറിയാം ചാലക്കുടി പാലം വരാൻ 7, 8, 10 വർഷം കഴിഞ്ഞ സമയത്ത്, അത് പൂർത്തീകരിച്ച സമയത്ത്, ആരുടെയൊക്കെ ഭാഗത്തിന് പൂർത്തീകരിച്ച സമയത്ത് ഫ്ലെക്സ് വെക്കാനും ഉദ്ഘാടനം ചെയ്യാനും ഇവിടുത്തെ MLAയും MP-മാരും പാർട്ടിക്കാരൊക്കെ ഓടി വന്നു. ഇപ്പൊ നോർമലി കേന്ദ്ര സർക്കാർ ഈ ഭാരതത്തിലെമ്പാടും സിഗ്നൽ സിസ്റ്റങ്ങൾ എടുത്തു കളയാൻ വേണ്ടിയിട്ട് ഫ്ലൈ ഓവറുകൾ അനുവദിച്ചിട്ടുണ്ട്. ഇവിടെയും അനുവദിച്ചിട്ടുണ്ട്. അനുവദിച്ച സമയത്ത് ആ അനുവദിച്ചത് ആരാണെന്നോ ഏത് ഗവൺമെന്റാണെന്നോ പറയാതെ ഇവിടുത്തെ MP-യുടെ MLAയും എന്നിട്ട് പറയുന്നത് ഇവിടുത്തെ കൗൺസിലറുടെ പോലും വലിയ ഫ്ലെക്സുകൾ വെച്ച ആളുകൾ അതിന്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുന്നതിനോ അത് എത്രമാത്രമായി അതിന്റെ റിവ്യൂ കാര്യങ്ങൾ ഇവിടുത്തെ ചെയ്യുവാനോ അത്തരത്തിലൊന്നുമില്ല. ഇനി വരിക സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ കേന്ദ്ര സർക്കാർ ഇത് പൂർത്തീകരിച്ചു കഴിയുമ്പോൾ ഉദ്ഘാടനം നടത്താൻ ഇവിടുത്തെ LDF-കാരനും UDF-കാരനും വരും. അതുവരേക്കും ഇവിടുത്തെ സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങളുടെ ജീവൻ ബലി കൊടുത്തുകൊണ്ട് നമ്മളൊക്കെ ജീവൻ പണയം വെച്ചുകൊണ്ട് പോകേണ്ട ഒരു അവസ്ഥയാണ്. ഇതിനെതിരെയാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇവിടെ അനുവദിച്ചിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ കൊടുക്കേണ്ട ജനപ്രതിനിധികൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അല്ല എങ്കിൽ ഇവിടെ മരണപ്പെടുന്ന ഓരോ വ്യക്തികളുടെയും അവരുടെ ജീവന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഇവിടുത്തെ MLAയും MP-യും ഈ ഫ്ലക്സ് വെച്ച് കൂട്ടുന്ന ആളുകളൊക്കെ അതും കൂടി ഏറ്റെടുക്കാൻ ബാധ്യസ്ഥരാവണം. പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിനും ഇത് ആവശ്യമാണ്. പക്ഷെ അവരുടെ സാങ്കേതികത്വം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ അതോറിറ്റി എന്ന് പറയുന്നത് നാഷണൽ ഹൈവേ ആണ്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ജനപ്രതികളാണ് ഇടപെടേണ്ടത്. അവരുടെ ഇടപെടൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് ഏറ്റെടുത്ത് ഈ സമരം, ഇത് ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ദൗത്യം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. ഈ അടിപ്പാത നിർമ്മാണം ഏതെങ്കിലും എപ്പോഴാണ് ആരംഭിക്കണമെന്ന് മറ്റു കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു കാര്യവും ഇവിടുത്തെ MLAയോ MP-യോ വെളിപ്പെടുത്തിയിട്ടില്ല. ആകപ്പാടെ ഇവിടുത്തെ അറിയാവുന്നത് കേന്ദ്ര സർക്കാർ ഇവിടേക്ക് മേൽപ്പാലം അനുവദിച്ചു എന്നുള്ള ഒരു ഫ്ലെക്സ് ഇവിടുത്തെ കൗൺസിലർ, MLA, MP-യുടെ അല്ലാതെ ഈ പറഞ്ഞ ആളുകൾക്ക് ഒന്നും ഇത് എന്ന് തുടങ്ങും എന്നാണ് ഇതിന്റെ നടപടികൾ എന്നും ആർക്കും അറിയില്ല.